സൺഡേ ഈസ് എ ഫൺ ഡേ എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. പിന്നെ ഈ ഡോറയുടെ പ്രയാണം പോലെ ഒരു കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാഗേ ഒരു മാൻഡേറ്ററി തിങ് ആണല്ലേ. അപ്പോൾ ഡോറയുടെ വഴിക്ക് പോട്ടെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വിജിപി മറൈൻ കിങ്ഡം. ഇത് ചെന്നൈ ECRലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ്സൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വന്നു. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇവർ ഒരു മോർ ദാൻ 200 സ്പീഷീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്, പോയി നോക്കട്ടെ. ദെൻ ഇതിനെ 5 അക്വാട്ടിക് സോൺസ് ആയിട്ട് തിരിച്ചിട്ടാണ് ഇതിനൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ധാരാളം കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാഴ്ചയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ധാരാളം വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് നമുക്ക് കാണാൻ സാധിക്കും. സോ പ്ലീസ് എൻജോയ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷസാണ് ഇവിടെ ഉള്ളതെന്ന്. അതേ തുമ്പിക്കുട്ടി അച്ഛന് തുമ്പിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് വേണ്ടി തന്നെയാണ്. ഇവൾ കുറച്ച് കാണാൻ എൻജോയ് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തത്. ടിക്കറ്റ്സ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. പക്ഷേ എങ്കിലും നമുക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ തോന്നി ഇച്ചിരി കൂടുതലാണല്ലോ എന്ന്. പക്ഷേ എങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനും നല്ലപോലെ കാണാനൊക്കെ അത്യാവശ്യം ഉള്ളൊരു സ്ഥലമാണ്. കുട്ടികൾക്കാണ് വലിയവർക്കാണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ധാരാളം നമുക്ക് ഇതുപോലെ സ്പീഷീസിനെ കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പാമ്പാണോ എന്നാണ്. അതേപോലെയുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചില്ല, സോറി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയതൊരു ടണലിലോട്ടാണ്, അണ്ടർ വാട്ടർ ടണലിലോട്ടാണ്. അതേ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ പോകുന്നൊരു ഫീലിംഗ് ഒക്കെ കിട്ടും. തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ. അത് കൂടെ പോകാനൊക്കെ ധാരാളം ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ ഓടുകയാണ്. ഇത് പോകുന്ന വഴിക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. കണ്ണാരയോ തേടി പാറണതെന്താവോ, ഓർക്കാതെ ഞാൻ ചൂളം കുത്തണതെന്താവോ, ഓർക്കുമ്പോഴെന്നുള്ളിൽ ആന്തലിതെന്താവോ, മാറിയോ. നെക്സ്റ്റ് ഇതുപോലൊരു പ്ലേസ് നമുക്കുണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. ഇതൊരു സുവനീർ ഷോപ്പാണ്. ധാരാളം ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ എക്സിറ്റിൻ്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളത് ആദ്യം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. എക്സിറ്റിൻ്റെ അവിടെയാണ്. ടോയ്സ് ആയാലും ഇപ്പം നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും എക്സ്പെൻസീവ് തന്നെയാണ്. ഞങ്ങൾ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല സത്യത്തിൽ. ജസ്റ്റ് എല്ലാം കണ്ടു. തുമ്പി എന്തൊക്കെയോ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വാങ്ങിച്ചില്ല. നെക്സ്റ്റ് വീണ്ടും ഒരു നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇത് തരുന്നൊരു ഫ്രീഡം ബേഡ്സ് ഒരു സ്പെഷ്യൽ ഷോയാണ്. സോ ജസ്റ്റ് എൻജോയ് ചെയ്തോളൂ. ഈ ഒരു സോങ്ങോ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും എല്ലാം കൂടി ആ ഒരു ക്രൗഡും നമുക്ക് സത്യമായിട്ട് നല്ലൊരു ഗൂസ്ബംപ് മൊമെൻറ്റ്സാണ് അത് തരുന്നത് കേട്ടോ. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. സോ താങ്ക് യു.